ഹലോ ഗൈസ്, ഞാൻ അൽജോ എലിസ് ആൻഡ് ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ NPSനെ കുറിച്ച് ഫുള്ളായിട്ട് പഠിക്കുന്ന ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ട് കാണാതെ നിങ്ങൾ സെക്കൻഡ് പാർട്ട് കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ വേണ്ടി ഞാൻ നമ്മുടെ ഈ ഐ ബട്ടണിൽ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക്, അതായത് NPS എങ്ങനെയാണ് അതിനകത്ത് ഫണ്ട് മാനേജ് ചെയ്യുന്നത്, ആരാണ് മാനേജ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അങ്ങനെ ആനുവിറ്റി എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ്. സോ അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള കമൻസ്, സജഷൻസ് ഒക്കെ നമ്മളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോയാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് നമ്മൾ ഏതൊക്കെ അസറ്റ് ക്ലാസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് തന്നെ ചൂസ് ചെയ്യാമെന്നുള്ള ഓപ്ഷൻസ് എങ്ങനെയാണ്, അതിനകത്ത് എത്രത്തോളം ഏത് വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളിടുന്ന പൈസ ആര് മാനേജ് ചെയ്യുന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞു ഗവൺമെൻറ് ആണ് മാനേജ് ചെയ്യുന്നതെന്ന്. പക്ഷേ ഗവൺമെൻറ് ഡയറക്റ്റ്ലി പോയിട്ടല്ല മാനേജ് ചെയ്യുന്നത്. അവർ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഗവൺമെൻറ്റിൽ എംപാനൽഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാരായിരിക്കും ഇത് മാനേജ് ചെയ്യുന്നത്. അവരെ നോർമലി നമ്മൾ ഫണ്ട് മാനേജേഴ്സ് എന്ന് പറയും. സോ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ കുറേ ആളുകളായിരിക്കും നോർമലി ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാർ. സോ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം ഓരോ സമയങ്ങളിലും ഇതിനകത്ത് മാറ്റങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളൊന്ന് നമ്മുടെ NPSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി ഒന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. സോ അത് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ഞാൻ പറയുന്നത്. ഇതിനകത്തെ ടേംസും കണ്ടീഷൻസും പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം മാറാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളതൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അതാണ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററിൻ്റെ ലക്ഷണവും. സോ അപ്പം നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരായിരിക്കും ഗവൺമെൻറ്റിൽ എംപാനൽഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ്. ഇവരാണ് നമുക്ക് വേണ്ടി ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പെൻഷൻ ഫണ്ട് മാനേജേഴ്സാണ്. അതായത് പെൻഷന് വേണ്ടി അത് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പെൻഷൻ സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പെൻഷന് വേണ്ടിയുള്ള ഫണ്ട് മാനേജേഴ്സ് ആയിരിക്കും ഇവർ. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏത് പെൻഷൻ ഫണ്ട് മാനേജറിനെ നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ റിവ്യൂസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ കുറേ വർഷത്തെ ഇവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ ആ ഓപ്ഷൻ അത് എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അവിടെ ഒന്ന് പോയി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കഴിഞ്ഞ ഓരോ വർഷത്തെയും പെർഫോമൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങൾക്ക് സാമ്പിളായിട്ട് നമ്മുടെ സ്ക്രീനിൽ ഞാനിപ്പോൾ ഒരു ഫണ്ട് മാനേജറിനെ കാണിക്കുന്നുണ്ട്. സോ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കി ഫണ്ട് മാനേജേഴ്സിനെ നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്തിട്ട് ഏത് ഫണ്ട് മാനേജറിനെ ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കാം. NPS എടുക്കുന്ന സമയത്ത് തന്നെ, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ KYC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് ഒരു നല്ല ഫണ്ട് മാനേജറിനെ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ ഏത് ആക്റ്റീവ് ചോയ്സ് ആണോ അതോ ഓട്ടോ ചോയ്സ് ആണോ വേണ്ടത്, ഇനി ആക്റ്റീവ് ചോയ്സ് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഏതൊക്കെ സ്കീമാണ് വേണ്ടത്, എത്രത്തോളം എക്സ്പോഷർ വേണമെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. സോ ആ ഓപ്ഷൻ അവിടെ അവൈലബിൾ ആയിരിക്കും. സോ അതോർത്ത് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ റിവ്യൂ നോക്കുക, നല്ല റിട്ടേൺ തന്നിരിക്കുന്ന ആരാണെന്ന് നോക്കുക. അത് ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ തന്നെ പേഴ്സണലായിട്ടുള്ള ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നത് ആ ഒരു ഫണ്ട് മാനേജറിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത്, നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനോ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. നമ്മൾ ഇനിഷ്യലി പറഞ്ഞായിരുന്നു വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ അത് വളരെ ലിമിറ്റഡ് ആണ്, എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും വളരെ ലിമിറ്റഡ് ആണെന്നുള്ളത്. സോ അതെന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ 3 വർഷത്തേക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ആലോചിക്കുക പോലും വേണ്ട. കാരണം എന്താ, ആദ്യത്തെ 3 വർഷത്തേക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇനി 3 വർഷത്തിന് ശേഷം നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എങ്ങനെയാണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ 25% മാത്രം, അതാണ് മാക്സിമം നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ട്, അല്ലെങ്കിൽ അതേ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇനി ഇതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ആകെപ്പാടെ പറ്റുന്നത് നമ്മൾ NPSൻ്റെ ഈ എൻറ്റയർ ജേണിയിൽ 3 തവണ മാത്രമേ നമുക്ക് ഈ വിഡ്രോവൽ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി ഈ 3 തവണ വിഡ്രോ ചെയ്യുന്നതിന് ഇടയ്ക്കും 5 വർഷത്തെ ഗ്യാപ്പ് വേണം. ഇപ്പോൾ ഒരാൾ 2024 ഒരു എമൗണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് 5 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പിന്നെ ഒരു വിഡ്രോവൽ ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരുള്ളൂ. സപ്പോസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് 2.5 ലക്ഷത്തിലും താഴെയാണെങ്കിൽ, 2.5 ലക്ഷം രൂപയോ അല്ലെങ്കിൽ അതിലോ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് 100% എമൗണ്ടും നമുക്ക് എക്സിറ്റ് ഓപ്ഷൻ വഴി എക്സിറ്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പക്ഷേ അതിനകത്തൊക്കെ ചില സെലക്റ്റഡ്
കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം വിഡ്രോവലിനകത്താണെങ്കിലും എക്സിറ്റിലാണെങ്കിലും ചില കണ്ടീഷൻസ് ഉണ്ട്. സോ ആ കണ്ടീഷൻസ് എന്താണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ ഉള്ള കേസസിലാണ് വിഡ്രോവലും എക്സിറ്റും ഒക്കെ പോസിബിൾ ആവുന്നത്. ഞാൻ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ 2.5 ലക്ഷത്തിൽ താഴെയാണ് നിങ്ങളുടെ ടോട്ടൽ കോർപ്പസ് വരുന്നതെങ്കിൽ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യുകയും വിഡ്രോ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇനി അതല്ല 2.5 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ 20% മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ബാക്കി വരുന്ന 80% രൂപയും അല്ലെങ്കിൽ 80% വരുന്ന ഫണ്ടും നമുക്കൊരു പെൻഷനായിട്ട് അല്ലെങ്കിൽ ഒരു ആനുവിറ്റി പർച്ചേസ് ചെയ്യാനുള്ള രീതിയിലേക്കായിരിക്കും അത് പോകുന്നത്. ഇനി ഇപ്പം നോർമൽ കേസിൽ നമ്മൾ 60 വർഷം വരെ തികച്ച ഒരാളെ സംബന്ധിച്ച് അവർക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ അവർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് അല്ലെങ്കിൽ 5 ലക്ഷമോ അതിൽ കൂടുതൽ 5 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആണെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് എങ്കിൽ ഫുൾ എമൗണ്ട് 60ാമത്തെ വയസ്സിൽ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അതേസമയം 5 ലക്ഷത്തിൽ കൂടുതലാണ് കോർപ്പസ് എമൗണ്ട് വരുന്നതെങ്കിൽ അതിൻ്റെ 60% വിഡ്രോ ചെയ്യുകയും 40% ആനുവിറ്റി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 2 എമൗണ്ടുകൾ നമ്മൾ മനസ്സിൽ വെക്കുക. അതായത് 2.5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് പ്രീമച്വറായിട്ട്, അതായത് 60 വയസ്സിന് മുമ്പ് വിഡ്രോ ചെയ്യണമെങ്കിൽ ടോട്ടൽ കോർപ്പസ് 2.5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ഫുൾ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അതല്ല 2.5 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അതിൻ്റെ 20% മാത്രമേ നമ്മുടെ കൈ കിട്ടത്തുള്ളൂ. ബാക്കി 80% പെൻഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആനുവിറ്റി പർച്ചേസ് ചെയ്യാനൊക്കെ ഉള്ള രീതിയിലായിരിക്കും അത് പോകുന്നത്. ഇനി അതേസമയം തന്നെ 60 വയസ്സായ ഒരാളെ സംബന്ധിച്ച് കംപ്ലീറ്റ് NPS കംപ്ലീറ്റ് ആക്കിയല്ലോ. സോ അങ്ങനെ വരുന്ന ഒരു കേസിൽ നിങ്ങൾക്ക് അത് 5 ലക്ഷം രൂപ വരെയുള്ള തുകകൾക്ക് ഫുള്ളായിട്ട് എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. 5 ലക്ഷത്തിൽ കൂടുതലായാൽ 40% ആനുവിറ്റി പർച്ചേസ് ചെയ്യാനായിട്ട് പെൻഷനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുക. ബാക്കി 60% നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ അകത്തെ വിഡ്രോവലും എക്സിറ്റ് ഓപ്ഷനും. സോ ഇത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് വരാം. ഓരോ സമയത്തും ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇനിഷ്യേറ്റീവ് എടുത്തതിന് ചേഞ്ചസ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. സോ അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അപ്പോൾ 60ാമത്തെ വയസ്സ് ഒരാൾക്ക് ഇതിപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ട, അവർ കുറേ വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ 75ാമത്തെ വയസ്സ് വരെയുള്ള ഓപ്ഷൻ അതിന് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് 15 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു. 15 ദിവസം മുമ്പ് നമ്മൾ അവരെ അറിയിക്കണം. അത് കറക്റ്റ് ഒന്ന് നിങ്ങൾ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യണം. സോ അതനുസരിച്ചിട്ട് നമ്മൾ അവരോട് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കത് 75 വയസ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതനുസരിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അതേപോലെ തന്നെ 60ാമത്തെ വയസ്സിൽ നമുക്ക് അതിനകത്തേക്കുള്ള കോൺട്രിബ്യൂഷൻ നിർത്തിയിട്ട് ഒരു 10-15 വർഷത്തേക്കും കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് തോന്നിയാൽ 75ാമത്തെ വയസ്സ് വരെ നമുക്കത് അവിടെ പെൻഷൻ നമുക്കത് ആക്റ്റീവായിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും അതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇത് രണ്ടും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ അപ്പം നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തി ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് പെൻഷൻ കിട്ടി തുടങ്ങുന്ന രീതിയിലേക്ക് പെൻഷൻ ചെയ്യാം. ഇത് രണ്ടും ചെയ്താലും നമ്മുടെ കോർപ്പസ് വീണ്ടും വളരാനാണ് ചാൻസസ് വരുന്നത്. സോ നമ്മുടെ മാർക്കറ്റ് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. സോ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻവെസ്റ്റ്മെൻറ്റിനും റിസ്ക് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അതാണ് ഒരു ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ. സോ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇയർലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ എന്തെങ്കിലും കാരണവശാൽ ആൾക്ക് ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, എമൗണ്ട് അതിനകത്തേക്ക് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരാൾക്ക് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. എല്ലാ വർഷവും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി സപ്പോസ് ആൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ വരുന്ന ഒരു കേസിൽ ആളുടെ അക്കൗണ്ട് ഡോർമെൻറ്റ് സ്റ്റേജിലേക്ക് പോകും. ഇതാണ് NPS-നെ കുറിച്ചുള്ള നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് ആര് ഫണ്ട് മാനേജ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഇതിൽ നിന്ന് വിഡ്രോവൽ ഇയർലി വിഡ്രോവൽ പോസിബിൾ ആണോ, അതേപോലെ എക്സിറ്റിംഗ് പോസിബിൾ ആണോ, എന്തെങ്കിലും കാരണവശാൽ അടവ് മുടങ്ങിപ്പോയാൽ എന്ത് പറ്റും, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഇനി വരുന്ന അടുത്ത സെറ്റ് ഓഫ് കാര്യങ്ങൾ ഇതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഒരു ആനുവിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു. ആനുവിറ്റി എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇനി 60 വയസ്സാകുമ്പോൾ ആൾക്ക് ഫണ്ട് കിട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്നും കൂടെ നമുക്ക് അറിയണമല്ലോ. അറുപത് വയസ്സായ ഒരാളെ സംബന്ധിച്ച് കംപ്ലീറ്റ് NPS കംപ്ലീറ്റ് ആക്കിയല്ലോ. സോ അങ്ങനെ വരുന്ന ഒരു കേസിൽ നിങ്ങൾക്ക് അത് 5 ലക്ഷം രൂപ വരെയുള്ള തുകകൾക്ക് ഫുള്ളായിട്ട് എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. 5 ലക്ഷത്തിൽ കൂടുതലായാൽ 40% ആനുവിറ്റി പർച്ചേസ് ചെയ്യാനായിട്ട് പെൻഷനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുക. ബാക്കി 60% നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ആനുവിറ്റി എന്താണെന്നൊരു ഡൗട്ട് വരും അല്ലേ. ആനുവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളാണ് ആനുവിറ്റി വെച്ചിട്ട് നമുക്ക് പെൻഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ നടത്തുന്ന ഒരു ഓപ്ഷനാണിത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു എമൗണ്ട് ബൾക്ക് ഒരു ലംസം എമൗണ്ട് കൊണ്ടുപോയി ഈ പറയുന്ന ഈ ഒരു പോളിസിയിൽ അല്ലെങ്കിൽ ഒരു പ്ലാനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പം അവർ നമ്മുടെയും നമ്മുടെ പാർട്ട്ണറിൻ്റെയും കാലശേഷം വരെ എല്ലാ മാസവും പെൻഷൻ എന്നുള്ള രീതിയിൽ ഒരു എമൗണ്ട് നമുക്ക് തരും. സോ ഇതാണ് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയുള്ള ഒരാൾ
അവർക്ക് 6 ലക്ഷം രൂപ വിഡ്രോ ചെയ്യാം, ബാക്കി 4 ലക്ഷം രൂപ ആളുടെ കയ്യിലുണ്ടെന്ന് വെച്ചോ. ഈ 4 ലക്ഷം രൂപ നമ്മൾ കൊണ്ടുപോയി ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നൊരു ഇനിഷ്യേറ്റീവോട് കൂടി തന്നെ കൊണ്ടുപോയി ഇങ്ങനെ ഒരു ആനുവിറ്റി പർച്ചേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ ആനുവിറ്റി പർച്ചേസ് ചെയ്യുന്നതിലൂടെ ആ ഇൻഷുറൻസ് കമ്പനി ആ ഒരു എമൗണ്ട് എടുത്തിട്ട് നമുക്ക് മന്ത്ലി നമുക്കൊരു എമൗണ്ട് പെൻഷനായിട്ട് തരും. ഇനി ഇവിടെ 2 ക്ലോസസ് ഉണ്ട്. നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് ഫുള്ള് പെൻഷനായിട്ട് തന്നാൽ മതി. ആനുവിറ്റി കൊടുക്കുന്ന എമൗണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ 4 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ 4 ലക്ഷം രൂപ നമുക്ക് നമ്മുടെ കാലശേഷം നമുക്കോ നമ്മുടെ അനന്തരാവകാശികൾക്കോ വേണ്ട എന്നാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പെൻഷൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അതല്ല, നമുക്ക് നമ്മുടെ കാലശേഷം നമ്മൾ ഇട്ടിരിക്കുന്ന ആനുവിറ്റി എമൗണ്ട് ഫുള്ള് നമ്മുടെ അനന്തരാവകാശിക്ക് അല്ലെങ്കിൽ നമ്മൾ നോമിനി ആയിട്ട് വെക്കുന്ന ആൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കാലശേഷം നമ്മൾ 100 വയസ്സ് വരെയോ അല്ലെങ്കിൽ എത്ര വയസ്സ് വരെ ജീവിക്കുന്നത് അതനുസരിച്ച് എല്ലാ മാസവും പെൻഷൻ കിട്ടുന്നു. പെൻഷൻ കിട്ടിയ ശേഷം നമ്മളുടെ കാലശേഷം നമ്മൾ നോമിനി ആയിട്ട് വെച്ചിരിക്കുന്ന ആൾക്ക് ഈ എമൗണ്ട് ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കുമെങ്കിൽ നമുക്ക് ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് പെൻഷൻ കുറച്ച് കുറവായിരിക്കും. എന്നിരുന്നാൽ പോലും 2 ഓപ്ഷൻസും ബെറ്ററാണ്. അത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ആ ഒരു സമയത്ത് 60 വയസ്സാകുമ്പോൾ പെൻഷൻ എടുക്കുന്ന ആ സമയത്ത് നമുക്ക് ഡിസൈഡ് ചെയ്താൽ മതി. ആ സമയത്തേക്ക് നമുക്കത് തീരുമാനിച്ച് നമ്മുടെ പ്രിഫറൻസ് എന്താണോ അതനുസരിച്ചിട്ട് അവർ ആക്ട് ചെയ്യും. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു ഫണ്ട് മാനേജേഴ്സ് ഉണ്ടെന്ന്. അപ്പോൾ അത് ഗവൺമെൻറ്റിൽ എംപാനൽഡ് ആയിട്ടുള്ള കുറേ ഫണ്ട് മാനേജേഴ്സാണ്, നമ്മൾ പെൻഷൻ ഫണ്ട് മാനേജേഴ്സിനെയാണ് നമ്മളവിടെ പറഞ്ഞിരുന്നത്. ഇതേപോലെ തന്നെയാണ് നമുക്ക് ആനുവിറ്റി പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഗവൺമെൻറ്റിൽ എംപാനൽഡ് ആയിട്ടുള്ള കുറച്ച് പെൻഷൻ പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് അവൈലബിൾ ആണ്. സോ അവർ മുഖേനയായിരിക്കും നമ്മൾ ഈ ആനുവിറ്റി പർച്ചേസ് ചെയ്യുന്നത്. സോ അല്ലാതെ ഏതെങ്കിലും കമ്പനി പോയിട്ടല്ല നമ്മൾ ആനുവിറ്റി പർച്ചേസ് ചെയ്യുന്നത്. ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ എംപാനൽഡ് ആയിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിലായിരിക്കും നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് അത്രയും സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ തന്നെ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവിടെ മാനേജ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ആനുവിറ്റി പർച്ചേസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ആനുവിറ്റി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് ഇത്രയും മാത്രം ബെനിഫിറ്റ് ഉള്ളൂ. ഇനി ഇതിനകത്ത് നമുക്ക് ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ട്. സോ അതെന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ സാലറി ഒക്കെ മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വർഷവും നിങ്ങൾ ITR ഫയൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? അങ്ങനെ വരുന്ന കേസുകളിൽ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേണും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ITR ഫയൽ ചെയ്യുന്നു. നമ്മൾ ഒരു രാജ്യത്തെ നമ്മുടെ പൗരനെന്ന നിലയിൽ നമ്മുടെ ഒരു കടമയാണ് നമ്മൾ ITR ഫയൽ ചെയ്യുക, അതേപോലെ തന്നെ ടാക്സ് പേ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ അതുകൊണ്ട് തന്നെ നമ്മളത് മാൻഡേറ്ററി ആയിട്ട് എല്ലാം നമ്മൾ ചെയ്തിരിക്കണം. സോ അപ്പോൾ ഈ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ നമ്മളെ NBS അടയ്ക്കുന്ന പൈസ നമുക്ക് കാണിക്കാൻ പറ്റും. നമുക്കതനുസരിച്ച് കുറച്ച് ടാക്സ് അടച്ചാൽ മതി. സോ ആ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ NBS കൊണ്ട് നമുക്ക് കിട്ടുന്ന ടാക്സ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് NBS കൊണ്ടുള്ള ബെനിഫിറ്റുകൾ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 80C എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് 1,50,000 രൂപ വരെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. അതായത് നമുക്ക് PPF ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ, അതായത് ELSS മ്യൂച്വൽ ഫണ്ടുകളിൽ വേണേൽ ഇൻവെസ്റ്റ് ചെയ്യാം. 5 വർഷത്തെ ലോക്കിൻ പീരീഡ് ഉള്ള ഫിക്സഡ് ഡിപ്പോസിറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ PF ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, അല്ലെങ്കിൽ ഈ നാഷണൽ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ പോസ്റ്റ് ഓഫീസിലുള്ള നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്, ബോണ്ടുകൾ, ഇങ്ങനെയുള്ള കുറേ കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് 1.5 ലക്ഷം രൂപ വരെ ATC കാറ്റഗറിയിൽ നമുക്ക് ഡിഡക്ഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം. അതിനകത്ത് വരുന്ന ഒരു കാറ്റഗറിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. NBSനകത്ത് 1.5 ലക്ഷം രൂപ വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് ഈ ATCക്കകത്ത് കാണിക്കാൻ പറ്റും. ഇനി 1.5 ലക്ഷം രൂപയും നമ്മൾ ഫുൾ ഇതിനകത്ത് കാണിക്കണമെന്നൊന്നുമില്ല. ഒരു 30,000 രൂപ വേണമെങ്കിൽ നമുക്ക് കാണിച്ചിട്ട് ബാക്കി നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ്, 5 ഇയർ ഫിക്സഡ് ഡിപ്പോസിറ്റോ PPFോ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഏതാണ് നിങ്ങൾക്ക് ലാഭം തോന്നുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം അതൊരു ഓപ്ഷനാണ് ഇവിടെ പറയുന്നതെന്ന് മാത്രം. ഇനി അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നതാണ് 80CCD എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതിനകത്ത് നമുക്ക് 50,000 രൂപ വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ITR ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ടോട്ടൽ നമുക്ക് NBSന് ഇൻവെസ്റ്റ് ചെയ്ത് 2 ലക്ഷം രൂപ വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വരെ നമുക്ക് ഇതിനകത്തോട് കാണിക്കാൻ പറ്റും. സോ അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ബെനിഫിറ്റ്. അപ്പം നമ്മൾ രണ്ടാമത്തെ ടാക്സ് സേവ് ചെയ്യാനുള്ള രണ്ടാമത്തെ ഓപ്ഷൻ നമ്മളിപ്പം, അതായത് 2 രീതികൾ നമ്മളിപ്പം ടാക്സ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി 60ാമത്തെ വയസ്സിൽ നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് വിഡ്രോ ചെയ്യുന്നതിനകത്ത് എമൗണ്ടിൽ 40% വരെ, അതായത് 60ാമത്തെ വയസ്സിൽ നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൽ 40% വരെയുള്ള എമൗണ്ടിന് നിങ്ങൾ ടാക്സ് കൊടുക്കണ്ട. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പെൻഷൻ കിട്ടുന്ന എമൗണ്ടിന് ടാക്സ് കൊടുക്കണം. അതായത് നിങ്ങൾ 60ാമത്തെ വയസ്സിൽ പോയി ആനുവിറ്റി പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു എമൗണ്ട് നമുക്ക് 60% വരെ വിഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് 60% വിഡ്രോ ചെയ്യുന്ന ഒരാൾക്ക് 40% വരെയുള്ള എമൗണ്ടിന് നമ്മൾ
ഒന്നും കൊടുക്കണ്ട, അതായത് ടാക്സ് കൊടുക്കണ്ട. അതിനുശേഷം വരുന്ന എമൗണ്ടിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. അതിനുശേഷം അതേപോലെ തന്നെ നമുക്ക് പെൻഷൻ കിട്ടുമല്ലോ. ഈ പെൻഷൻ കിട്ടുന്ന സമയത്ത് ഓരോ മാസം നമ്മൾ പെൻഷൻ കിട്ടുന്നതിലൂടെ നമുക്ക് അതൊരു വരുമാനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പെൻഷൻ കിട്ടുന്നതിൽ നിന്നുള്ള ഒരു ടാക്സ് നമ്മൾ അതിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ടുള്ള ആ രീതിയിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. സോ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനകത്ത് ടാക്സേഷൻ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ NBS ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എത്രത്തോളം ടാക്സ് ബെനിഫിറ്റ് ഉണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ. സോ ഇതാണ് NBSന്റെ ടാക്സേഷൻ. സോ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്നത് ടൈപ്പ് ഓഫ് NBS അക്കൗണ്ട്സ് ആണ്. സോ നമുക്ക് അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനലി ഇത് ആർക്കാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ ആർക്കാണ് ഇത് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്നും കൂടെ നമ്മൾ പറഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് NBSൽ അവൈലബിൾ ആയിട്ടുള്ള 2 ഓപ്ഷൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ NBSൽ 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്, ടയർ 1 ആൻഡ് ടയർ 2. ടയർ 1 എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ടയർ 1ന് ആപ്ലിക്കബിൾ ആണ്. അത് നമുക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടി നമുക്കൊരു റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ടയർ 1. നമുക്കിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും, ഈ പറഞ്ഞ കാര്യങ്ങളും ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം ഇതിന് ആപ്ലിക്കബിൾ ആയിരിക്കും. ഇനി ടയർ 2 എന്ന് പറയുന്നത് ടയർ 1 അക്കൗണ്ടുള്ള ഒരാൾക്കായിരിക്കും ടയർ 2 തുടങ്ങാൻ പറ്റുന്നത്. ടയർ 2 എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് കൈൻഡ് ഓഫ് മെത്തേഡാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതായത് ടയർ 1ൻ്റെ കേസിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ആപ്ലിക്കബിൾ അല്ല. ഇതൊരു മ്യൂച്വൽ ഫണ്ട് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് മന്ത്ലി വേണമെങ്കിൽ SIP ആയിട്ടോ അല്ലെങ്കിൽ ഇയർലി വേണമെങ്കിൽ ലംസോ ആയിട്ടോ ഒക്കെ നമുക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യുന്ന സമയത്തുള്ള കണ്ടീഷൻസോ വിഡ്രോവൽ ചെയ്യുന്ന സമയത്തുള്ള കണ്ടീഷൻസോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് ഫണ്ട് എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അതേപോലെ തന്നെ ഇതൊരു മ്യൂച്വൽ ഫണ്ട് ആ ഒരു സെയിം കാര്യമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാനൊന്നും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം. ഇനി അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ലാസ്റ്റ് പറയാൻ പോകുന്നത് ആർക്കാണ് NBS ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് വേണ്ടി വേറൊരു ഗവൺമെൻറ് സൈഡിൽ നിന്നൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് നമുക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കൊരു പെൻഷൻ തരിക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളിടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെല്ലാം നമുക്ക് ഒത്തിരി ടാക്സേഷൻ ബെനിഫിറ്റ്സ് ഉണ്ട്, അതായത് ടാക്സ് ഒത്തിരി ഇളവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമുക്ക് NBS ഒരു നല്ല ഓപ്ഷനാണ്. അതായത് ഇപ്പം നമുക്ക് ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു ലാഭമൊന്നും എടുക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഒത്തിരി റിട്ടേൺ എടുക്കാനായിട്ട് അതിനൊക്കെ പേടിയുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു മുൻപരിചയം ഇല്ലാത്ത ആൾക്കാർക്ക് എപ്പോഴും NBS നല്ലതാണ്. അതേപോലെ തന്നെ ടാക്സേഷൻ ബെനിഫിറ്റും മറ്റ് ആനുകൂല്യങ്ങളും കാര്യങ്ങളും എല്ലാം നോക്കുമ്പം ഏതൊരു സാധാരണക്കാരനും, അതായത് പെൻഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരനും, ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരനും ചൂസ് ചെയ്യാവുന്ന ഒരു നല്ല ഓപ്ഷനാണ് NBS. ഇനി അതല്ല നിങ്ങൾ നല്ല പ്രോ ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് നല്ല അറിവുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കുന്നതിൽ വലിയ പേടിയൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഈ ടാക്സേഷനകത്ത് കിട്ടുന്ന അഡ്വാൻറ്റേജസും വേണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്ന കേസസിൽ നമുക്ക് അല്ലാത്ത ഓപ്ഷൻസും ചൂസ് ചെയ്യാവുന്നതാണ്. അത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള ഡിസിഷൻ്റെ പുറത്തെടുക്കേണ്ട തീരുമാനമാണ്. സോ അതാണ് NBSനെ കുറിച്ച് മൊത്തത്തിലൊന്ന് ക്രോഡീകരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പം നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. NBSനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ ഞാനിവിടെ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും രീതിയിൽ നല്ല രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ചാറ്റിലോ ഒന്ന് വന്ന് നമ്മളോട് ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ID എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പോയി അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്നോട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതേപോലെ തന്നെ നിങ്ങൾ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനകത്തെ ഡോക്യുമെൻറ്റ്സ്, അതായത് ഈ സ്കീമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്തേക്ക് ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തുനിന്ന് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് അത് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ NBS എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. NBS സ്റ്റാർട്ട് ചെയ്യാനുള്ള 3 ഓപ്ഷൻസ് നമുക്ക് ബാങ്കിൽ കൂടെ, അതായത് നമുക്ക് ഒഫീഷ്യലായിട്ട് ബാങ്കിൽ പോയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ നെറ്റ് ബാങ്കിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ് ആപ്ലിക്കേഷൻസിൽ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ അവിടുന്ന് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് NBSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അവൈലബിൾ ആണ്, അതിനകത്ത് പോയിട്ട് വേണമെങ്കിലും ചെയ്യാം. സോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് അതനുസരിച്ചിട്ട് ചെയ്യുക. NBSനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള കമൻറ്റ്സ് നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുപിടുന്നതിന് വരെ ടേക്ക് കെയർ, ബൈ.